ദിവസം 3. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ 5ഉം 6ഉം 136 സങ്കീർത്തനവും. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 5. ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം തന്റെ സാദൃശ്യത്തിൽ ദൈവം അവനെ രൂപപ്പെടുത്തി. ആണും പെണ്ണുമായി അവരെ അവിടുന്ന് സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു. അവർ സൃഷ്ടിക്കപ്പെട്ട ദിവസം മനുഷ്യനെന്ന് അവിടുന്ന് അവരെ പേര് വിളിച്ചു. 130 വയസ്സായപ്പോൾ ആദം തന്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു പുത്രനെ ജനിപ്പിച്ചു. അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിനെ ജനിപ്പിച്ചതിന് ശേഷമുള്ള ആദത്തിന്റെ ആയുസ് 800 വർഷമായിരുന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദത്തിന്റെ ആകെ ജീവിതായുസ് 930 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 105 വയസ്സായപ്പോൾ സേത്ത് എനോഷിനെ ജനിപ്പിച്ചു. എനോഷിനെ ജനിപ്പിച്ച ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. സേത്തിന്റെ ആകെ ജീവിതായുസ് 912 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 90 വയസ്സായപ്പോൾ എനോഷ് കെയ്നാനെ ജനിപ്പിച്ചു. കെയ്നാനെ ജനിപ്പിച്ച ശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എനോഷിന്റെ ആകെ ജീവിതായുസ് 905 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 70 വയസ്സായപ്പോൾ കെയ്നാൻ മഹലേലിനെ ജനിപ്പിച്ചു. മഹലേലിനെ ജനിപ്പിച്ച ശേഷം കെയ്നാൻ 840 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കെയ്നാന്റെ ആകെ ജീവിതായുസ് 910 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 65 വയസ്സായപ്പോൾ മഹലലേൽ യാരെദിനെ ജനിപ്പിച്ചു. യാരെദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മഹലലേലിന്റെ ആകെ ജീവിതായുസ് 895 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 162 വയസ്സായപ്പോൾ യാരദ് എനോക്കിനെ ജനിപ്പിച്ചു. എനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരദിന്റെ ആകെ ജീവിതായുസ് 962 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 65 വയസ്സായപ്പോൾ എനോക്ക് മെത്തുശലേഹിനെ ജനിപ്പിച്ചു. മെത്തുശലേഹിനെ ജനിപ്പിച്ച ശേഷം എനോക്ക് 300 വർഷം ദൈവത്തോടൊപ്പം വ്യാപരിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എനോക്കിന്റെ ആകെ ജീവിതായുസ് 365 വർഷമായിരുന്നു. എനോക്ക് ദൈവത്തോടൊപ്പം വ്യാപരിച്ചു. പിന്നെ അവൻ കാണപ്പെട്ടില്ല, കാരണം ദൈവം അവനെ എടുത്തിരുന്നു. 187 വയസ്സായപ്പോൾ മെത്തുശലേഹ് ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക്കിനെ ജനിപ്പിച്ച ശേഷം മെത്തുശലേഹ് 782 വർഷം ജീവിച്ചു. മെത്തുശലേഹ് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെത്തുശലേഹിന്റെ ആകെ ജീവിതായുസ് 969 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 182 വയസ്സായപ്പോൾ ലാമക്ക് ഒരു പുത്രനെ ജനിപ്പിച്ചു. കർത്താവ് ശപിച്ച മണ്ണ് മൂലമുള്ള നമ്മുടെ അധ്വാനത്തിൽ നിന്നും കൈകളുടെ ക്ലേശത്തിൽ നിന്നും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമക്ക് 595 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമക്കിന്റെ ആകെ ജീവിതായുസ് 777 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സ് തികഞ്ഞു. നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. ഉൽപ്പത്തി അധ്യായം 6. മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് ദൈവപുത്രന്മാർ കണ്ടു. തങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാവരിലും നിന്ന് അവർ തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എക്കാലവും നിലനിൽക്കുകയില്ല, കാരണം അവൻ ജഡം കൂടിയാണ്. അവന്റെ ആയുസ് ഇനി മുതൽ 120 വർഷമായിരിക്കും. ദേവകുമാരന്മാർ മനുഷ്യപുത്രിമാരെ പ്രാപിക്കുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്തിരുന്ന അക്കാലത്തും അതിനുശേഷവും ഭൂമിയിൽ നെഫീലുകൾ ഉണ്ടായി. അവരാണ് പുരാതന കാലത്തെ പേരെടുത്ത യുദ്ധവീരന്മാർ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതാണെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ രൂപവും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ രൂപപ്പെടുത്തിയതിൽ കർത്താവ് പരിതപിച്ചു. അവിടുത്തെ ഹൃദയം നൊന്തു. കർത്താവ് അരുൾ ചെയ്തു, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യൻ മുതൽ മൃഗങ്ങളും ഇഴജന്തുക്കളും ആകാശത്തിലെ പറവകളും വരെ തുടച്ചു മാറ്റും. എന്തെന്നാൽ അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു. എന്നാൽ നോഹ കർത്താവിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി. ഇതാണ് നോഹയുടെ വംശാവലി.
നോഹ നീതിമാനായിരുന്നു, തന്റെ തലമുറയിലെ പൂർണ്ണനായ മനുഷ്യൻ. ദൈവത്തോടൊപ്പം നോഹ വ്യാപരിച്ചു. നോഹ 3 പുത്രന്മാരെ ജനിപ്പിച്ചു: ഷേം, ഹാം, യാഫത്ത്. ദൈവത്തിന്റെ മുമ്പാകെ ഭൂമി ദുഷിച്ചതായി തീർന്നു. ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞു. ദൈവം ഭൂമിയെ നോക്കി, ഇതാ അത് ദുഷിച്ചതായിരിക്കുന്നു, കാരണം എല്ലാ മനുഷ്യരും ഭൂമിയിലെ തങ്ങളുടെ മാർഗങ്ങൾ ദുഷിപ്പിച്ചു കളഞ്ഞു. ദൈവം നോഹയോട് അരുളി ചെയ്തു: എന്റെ മുമ്പിൽ മനുഷ്യരുടെ എല്ലാം അവസാനം അടുത്തു, കാരണം അവർ മൂലം ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ അവരെ ഭൂമിയോടൊപ്പം നശിപ്പിക്കും. ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കണം. അതിൽ മുറികൾ തിരിക്കുക, അതിന്റെ അകത്തും പുറത്തും കീല് തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. പെട്ടകത്തിന് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും. പെട്ടകത്തിന് നീ ഒരു മേൽക്കൂര ഉണ്ടാക്കണം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിന് ഒരു ജനലും വശത്ത് ഒരു വാതിലും വെക്കണം. കീഴ്ത്തട്ടും 2-ാം തട്ടും 3-ാം തട്ടുമായി വേണം നീ അത് പണിയാൻ. ഇതാ ഞാൻ ആകാശത്തിന് കീഴിൽ ജീവശ്വാസമുള്ള എല്ലാ ശരീരികളെയും നശിപ്പിക്കാൻ ഭൂമിയുടെ മേൽ ജലപ്രളയം കൊണ്ടുവരും. ഭൂമിയിലുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിലേക്ക് കടക്കണം, നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരുടെ ഭാര്യമാരും. നിന്നോടൊപ്പം ജീവൻ നിലനിർത്തേണ്ടതിന് പെട്ടകത്തിലേക്ക് എല്ലാറ്റിലും നിന്ന്, എല്ലാ ജീവികളിലും ശരീരികളിലും നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡി കൊണ്ടുവരണം. ജീവൻ നിലനിർത്തേണ്ടതിന് എല്ലാറ്റിലും നിന്ന്, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ഇനം തിരിഞ്ഞ്, ഭൂമിയിൽ ഇഴയുന്ന സകലതിലും നിന്ന് ഇനം തിരിഞ്ഞ് ഓരോ ജോഡി നിന്റെ പക്കലേക്ക് വരട്ടെ. നീയാകട്ടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും നിന്ന് എടുത്ത് നിന്റെ പക്കൽ ശേഖരിക്കണം. അവ നിനക്കും അവയ്ക്കുമുള്ള ഭക്ഷണമായിരിക്കും. ദൈവം തന്നോട് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. അപ്രകാരം തന്നെ അവൻ ചെയ്തു. സങ്കീർത്തനങ്ങൾ 136. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ദേവന്മാരുടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. നാഥന്മാരുടെ നാഥന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഒറ്റയ്ക്ക് മഹാവിസ്മയങ്ങൾ പ്രവർത്തിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. വിവേകത്തോടെ ആകാശങ്ങൾ ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ജലത്തിന് മേൽ ഭൂമിയെ വിരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. മഹാദീപങ്ങൾ ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. പകലിൽ ആധിപത്യത്തിനായി സൂര്യനെ ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. രാത്രിയിൽ ആധിപത്യങ്ങൾക്കായി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. സ്വന്തം ആദിജാതരിലൂടെ ഈജിപ്തുകാരെ പ്രഹരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ചെങ്കടലിനെ കഷണങ്ങളായി മുറിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അതിന്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ കടത്തി. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. എന്നാൽ ഫറവോയെയും അവന്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിലേക്ക് കുടഞ്ഞിട്ടു. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. മഹനീയരായ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അമോരി രാജാവായ സീഹോനെയും അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ബാഷാൻ രാജാവായ ഓഗിനെയും അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അവിടുന്ന് അവരുടെ ദേശം അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. നമ്മുടെ ദുസ്തതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അവിടുന്ന് വൈരികളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. എല്ലാ ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനാണ് അവിടുന്ന്. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. സ്വർഗത്തിന്റെ തമ്പുരാന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി 5ഉം 6ഉം അധ്യായങ്ങളും 136-ാം സങ്കീർത്തനവും വായിക്കാൻ ദൈവമായ കർത്താവ് ഇന്ന് നമുക്ക് അനുഗ്രഹം തന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ഭയാനകമായ പാപത്തിന്റെ വളർച്ചയെ വിവരിക്കുന്ന അധ്യായങ്ങളാണ്. ആദ്യം അത് വ്യക്തികളിൽ ആരംഭിച്ചു. ആദം, ഹവ്വ, കായൻ, ആബേൽ. പിന്നീട് അത് കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ,
സമൂഹത്തിൽ പിന്നീട് ലോകം മുഴുവനും പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ വ്യാപിക്കുന്നതാണ് ഉൽപ്പത്തി 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട പ്രമേയം. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൈബിളിന്റെ ആരംഭം മുതൽ വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ കൃത്യമായി വേർതിരിക്കപ്പെട്ട 2 വിഭാഗം ആളുകളെ കാണാൻ കഴിയും. ഒന്ന് ദൈവത്തിന്റെ പുത്രന്മാർ, 2 ലോകത്തിന്റെ പുത്രന്മാർ. ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും. ഇത് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കായന്റെ സന്താന പരമ്പരകളെ കുറിച്ചുള്ള വിവരണം. പിന്നീട് 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ സേത്തിന്റെ സന്താന പരമ്പരയെ കുറിച്ചുള്ള വിവരണവും. ഈ 2 ഭാഗങ്ങൾ ഒരുമിച്ചെടുത്ത് വായിക്കുമ്പോൾ കായന്റെ പരമ്പര ലോക മനുഷ്യന്റെ പരമ്പരയാണ് വിവരിക്കുന്നത്. ലാമെക്കിനെ പോലെയുള്ള പ്രതികാരദാഹികളും കൊലപാതകങ്ങളും ഉൾപ്പെട്ടതായിരുന്നു കായന്റെ വംശാവലി. കൂട്ടത്തില് ബഹുഭാര്യാത്വം കൂടി ഉണ്ടായിരുന്നു. എന്നാല് സേത്തിന്റെ വംശാവലി വിവരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഹാനോക്ക്, നോഹ തുടങ്ങിയ നീതിമാന്മാർ, ദൈവത്തിന്റെ വഴിയിൽ നടന്നവർ, ദൈവത്തിന്റെ സ്വരം കേട്ടവർ, ദൈവത്തെ അനുസരിച്ചവർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ വഴിയിൽ നടന്നവരും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അകന്നു നടന്നവരുമായി കൃത്യമായി തരംതിരിക്കപ്പെട്ട ഒരു വിഭജനം ബൈബിളിലെ ആദ്യ അധ്യായങ്ങൾ മുതൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ ദൈവപുത്രന്മാരെയും ലോക മനുഷ്യരെയും വേർതിരിച്ച് കാണാൻ സഹായിക്കുന്ന ഒരു ക്ലൂ 5-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ ഉണ്ട്. 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ സേത്തിന്റെ വംശാവലി വിവരിക്കുമ്പോൾ ആദം ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നു. പിന്നീട് സേത്ത് ആദത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നും പറയുന്നു. ഇതൊരുമിച്ച് വായിക്കുമ്പോഴാണ് വായനക്കാരന് കൃത്യമായ ഒരു രഹസ്യം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാവുന്നത്. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ആദം ദൈവത്തിന്റെ മകനാണ്. ആദത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സേത്ത് ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ആദത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സേത്ത്, അങ്ങനെ ദൈവമകനാണ്. ദൈവമകനായ ആദത്തിന്റെ ദൈവമകനായ മകൻ സേത്ത്. അപ്പോൾ ഇങ്ങനെ ദൈവമക്കളുടെ പരമ്പരയാണ് ആദം, സേത്ത്, പിന്നീട് അടുത്തു വരുന്ന തലമുറകളിലൂടെ തുടർന്ന് അബ്രഹാമിലൂടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കായന്റെ വംശാവലി പറയുമ്പോൾ ഇങ്ങനെ ഒരു സൂചനയില്ല. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു, ആദത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു, അങ്ങനെ ഒരു സൂചന പറയുന്നില്ല. അപ്പൊ കൃത്യമായ ഒരു തരംതിരിവ് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സൂചന. 2 തരം മനുഷ്യരെ ബൈബിൾ അവതരിപ്പിക്കുന്നു: ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും. ഇനി ഈ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് ഹെനോക്ക്. ഹെനോക്കിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തോടൊപ്പം നടന്നു, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. ഇംഗ്ലീഷില് ഈ വാക്ക്ഡ്, നടന്നു എന്നാണ്, ദൈവത്തോടൊപ്പം നടന്നു എന്നാണ്. എന്താണ് വാക്കിംഗ്? വാക്കിംഗ് ഈസ് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം ഇൻ എ ഫോർവേഡ് ഡിറക്ഷൻ. മുൻപോട്ടുള്ള ദിശയിൽ ഒരു പടി കൂടി വച്ച് മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് നടക്കുക എന്ന് പറയുന്നത്. ഹെനോക്ക് ഈ വായനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം, ഒരു പടി മുന്നേറുന്നതാണ് ആത്മീയത. ആത്മീയതയുടെ മുന്നേറ്റം വലിയ ഒരു കുതിച്ചുകയറ്റമോ ഒറ്റ രാത്രി കൊണ്ട് വിശുദ്ധരായി മാറുന്നതോ ആവണമെന്നില്ല. മറിച്ച് പടിപടിയായി മുന്നേറുന്നതാണ് ദൈവത്തോടൊപ്പമുള്ള നടപ്പ്. ഏതൊക്കെ കാര്യങ്ങളിൽ മുന്നേറണം? സ്നേഹത്തിൽ, ക്ഷമയിൽ, കരുണയിൽ, പ്രാർത്ഥനയിൽ, താഴ്മയിൽ, ഓരോ പടി മുന്നോട്ട്. ഹെനോക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു, ദൈവത്തോടൊപ്പം നടന്നു. ഹെനോക്ക് ഇങ്ങനെ ദൈവ മകനായി, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചത് ഒരു പ്രത്യേക കാലം മുതലാണ്. അതായത് മെത്തുശലേഹ് എന്നാണ് അദ്ദേഹത്തിന്റെ മകന്റെ പേര്. ഇപ്പൊ മെത്തുശലേഹ് ജനിച്ച നിമിഷം മുതലാണ് ഹെനോക്ക് കൃത്യമായ ഒരു വ്യത്യാസം ദൈവബന്ധത്തിൽ ജീവിതത്തിൽ രൂപപ്പെടുത്തിയത്, ദൈവത്തോടൊപ്പം നടന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? മെത്തുശലേഹ് എന്ന പേരിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ പ്രളയം വരും എന്നായിരുന്നു. ഹെനോക്ക് ഒരു തരത്തിൽ പ്രവാചകനായിരുന്നു. മകൻ പിറന്നു വീണ ഉടനെ പ്രവചന മിഴിയിൽ ഹെനോക്ക് കണ്ടു, ഇവൻ മരിക്കുമ്പോൾ പ്രളയം വരും. പിന്നീട് ആ കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഹെനോക്ക് തന്റെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കാരണം എന്റെ ഒരു അശ്രദ്ധ കൊണ്ട്, എന്റെ ഒരു അവധാനത കൊണ്ട്, എന്റെ ഒരു പാളിച്ച കൊണ്ട് ഈ ഭൂമി നശിക്കാൻ പാടില്ല, ഈ കുഞ്ഞ് ഒരാപത്തിപ്പെടാൻ പാടില്ല. കൃത്യമായി അതുകൊണ്ട് തന്റെ ജീവിതത്തെ കറ ഇല്ലാത്ത, കറ തീർന്ന ഒരു ജീവിതമാക്കാൻ ഹെനോക്ക് ശ്രദ്ധിച്ചു. മെത്തുശലേഹ് അവൻ മരിക്കുമ്പോൾ പ്രളയം വരും. ഒരു തരത്തില് മാതാപിതാക്കന്മാരുടെ ജീവിതത്തെ
വിശുദ്ധിയുള്ളതാക്കാൻ സഹായിക്കുന്ന ദൈവിക അവതാരങ്ങളാണ് മക്കൾ. മക്കളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതത്തെ കറതീർന്നതാക്കാൻ പാടുപെടുന്ന പരിശ്രമിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരും മെത്തൂശലേഖനെ പ്രതി ദൈവത്തോടൊപ്പം നടന്ന ഹെനോക്കിന്റെ പിൻഗാമികളാണ്. 6-ാമത്തെ അധ്യായത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വിഭജനം കാണുന്നുണ്ട്. ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിലുള്ള ബന്ധവും അവർക്ക് ജനിക്കുന്ന സന്താന പരമ്പരകളും. ഇത് അല്പ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബൈബിളിലെ ഭാഗങ്ങളിലൊന്നാണ്. അപ്പോൾ ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും ആരാണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തതയുണ്ട്. ദൈവപുത്രന്മാരെന്ന് പറയുന്നത് സേത്തിന്റെ സന്താന പരമ്പരയാണ്. മനുഷ്യപുത്രിമാരെന്ന് പറയുന്നത് കായന്റെ സന്താന പരമ്പരയാണ്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ദൈവപുത്രന്മാരുടെയും ലോക മനുഷ്യരുടെയും ഇടകലരൽ, ഒരുമിച്ച് ചേരൽ, അവർ തമ്മിലുള്ള സംബന്ധം, ഇതാണ് ഭൂമിയിലെ രാക്ഷസ ജന്മങ്ങൾ അല്ലെങ്കിൽ അധികായന്മാർ, നെഫിലിം എന്ന് വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നതിനായി ഇടയാക്കിയതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കായന്റെ പരമ്പരയും സേത്തിന്റെ പരമ്പരയും ദൈവ മനുഷ്യരും ലോക മനുഷ്യരും ഇടകലർന്നതിനെ കുറിച്ചാണ് ഒരു വായന. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. മറ്റു ചിലർ പറയുന്നത് ഇത് വീണുപോയ മാലാഖമാരും മനുഷ്യരും തമ്മിൽ നടന്ന ശാരീരിക ബന്ധത്തെ കുറിച്ചാണ്. ഫോളൻ ഏഞ്ചൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. അത് പറയാനുള്ള കാരണം നെഫിലിം എന്ന വാക്കിന്റെ അർത്ഥം അധികായന്മാർ എന്നതിന്റെ ഹീബ്രു ഫോമാണ് നെഫിലിം. നെഫിലിം എന്ന വാക്കിന്റെ അർത്ഥം ഫോളൻ എന്നാണ്, വീണുപോയവർ എന്നാണ്. വീണുപോയ മാലാഖമാരാണ് ദൈവപുത്രന്മാർ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത്. കുറെ കൂടി ശരിയായി വരുന്നത് ദൈവപുത്രന്മാർ സേത്തിന്റെ പരമ്പരയും മനുഷ്യപുത്രിമാർ കായന്റെ പരമ്പരയും എന്ന രീതിയിൽ വായിച്ചെടുക്കുന്നത് ആണ്. ഏതായാലും ദൈവമക്കളും ലോക മനുഷ്യരും ഇടകലർന്നത് പാപത്തിന്റെ ഭയാനകമായ ഒരു ആധിക്യവും പെരുപ്പവും മനുഷ്യകുലത്തിൽ സൃഷ്ടിക്കുന്നതായി നാം തുടർന്ന് വായിക്കുന്നു. ഒരു പ്രായോഗിക ചിന്ത കൂടി ഇവിടെ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ആരെ വിവാഹം കഴിക്കുന്നു എന്നത് തലമുറകളുടെ അനുഗ്രഹത്തെയോ ശാപത്തെയോ നിർണയിക്കുന്ന ഒരു കാര്യമാവാൻ ഇടയുള്ളത് കൊണ്ട് വിവാഹ ബന്ധത്തിൽ ദൈവമക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഈ ദുഷിച്ച തലമുറയുടെ നടുവിൽ ചേറിൽ വിരിഞ്ഞ താമര പോലെ നീതിമാനും കറയറ്റവനുമായ ഒരു മനുഷ്യനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പേര് നോഹ എന്ന് ആയിരുന്നു. പിന്നീട് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് ഈ ദുഷിച്ച കാലത്ത് കറയില്ലാതെ ജീവിച്ച ഈ മനുഷ്യനെ ദൈവം ഒരു നിയോഗത്തിനായി ഒരുക്കുന്നതാണ്. വലിയൊരു സാധ്യതയാണിത്. ഓരോ ദിവസം കഴിയുന്തോറും പാപത്തിന്റെ ആധിക്യം ലോകത്ത് വർദ്ധിച്ചു വരുമ്പോൾ നന്മ ഇല്ലാതായി നാമാവശേഷമാകുന്നു, നന്മ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ വിലപിക്കുമ്പോൾ എന്താണ് അതിന് പരിഹാരം? ഈ ദുഷിച്ച കാലത്ത് കറയില്ലാത്തവരായി ജീവിക്കാൻ കർത്താവ് നോഹയിലൂടെ നമ്മെ വിളിക്കുന്നുണ്ട്. പെട്ടകം ഉണ്ടാക്കാൻ ഉള്ള നിർദ്ദേശം നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. പാപം വർദ്ധിച്ച ലോകത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നതോടുകൂടിയാണ് നമ്മൾ ഈ അധ്യായം വായിച്ച് അവസാനിപ്പിക്കുന്നത്. കുറെയൊക്കെ സങ്കടകരമായ ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടാണ് ഈ ദിവസം അവസാനിക്കുന്നത്. അതിനകത്ത് ചില പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ പോലെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഹെനോക്കും നോഹയും തുടങ്ങിയ മനുഷ്യർ. നമുക്ക് ഈ നെറികെട്ട, ഈ കലികെട്ട, ഈ ദുഷിച്ച കാലത്തിന്റെ നടുവിൽ നന്മയുള്ള പ്രകാശമുള്ള മനുഷ്യരായി ജീവിക്കാൻ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളും തുടർന്നുള്ള ദിവസങ്ങളും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാവും. നിങ്ങളുടെ ദിവസം അനുഗ്രഹമായിട്ട് മാറാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഞാൻ ദാനിയേൽ അച്ഛൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.